പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പി വി അൻവറിന്റെ DMK. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കും. അപമാനിച്ചതെല്ലാം സഹിക്കുന്നുവെന്ന് പി വി അൻവർ. ചേലക്കരയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അൻവർ. വയനാട്ടിൽ ആവേശക്കടൽ. വൻ റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകി. എത്തിയത് സോണിയയ്ക്കും രാഹുലും ഖാർഗെയ്ക്കുമൊപ്പം. സന്തോഷത്തിലും സങ്കടത്തിലും വയനാടിനൊപ്പമെന്ന് പ്രിയങ്ക. പുത്തുമലയിൽ കൂട്ടക്കുഴിമാടം സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന് ചേലക്കര. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് നാമനിർദ്ദേശ പത്രിക നൽകി NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ചേലക്കരയിൽ അൻവറിന്റെ ലീഗ് ഓഫീസ് സന്ദർശനം വിവാദത്തിൽ. ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാൻ പാടില്ല. ഇക്കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി. ഒരു ഉദ്യോഗസ്ഥനും ഇതുപോലൊരു ദുരന്തമുണ്ടാകാൻ പാടില്ലെന്ന് പ്രതികരണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിമാനം ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ജില്ലാ കളക്ടറോട് റവന്യൂ മന്ത്രിക്ക് അതൃപ്തി എന്ന സൂചന. ഒരുമിച്ച് പങ്കെടുക്കേണ്ട പരിപാടികൾ റദ്ദാക്കി മന്ത്രി K. രാജൻ. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന്. മകൾ ആശാ ലോറൻസിന്റെ ഹർജി തള്ളി ഹൈക്കോടതി. പള്ളിയിൽ സംസ്കരിക്കണമെന്ന ആവശ്യം നിരസിച്ചു. കോടതിയുടെ തീരുമാനം സാക്ഷിമൊഴി കണക്കിലെടുത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി വിധിക്ക് സ്റ്റേയില്ല. അന്വേഷണം തുടരാമെന്ന് സുപ്രീംകോടതി. നിർമ്മാതാവ് സജിമോൻ പറയലിന്റെ ഹർജി 3 ആഴ്ചത്തേക്ക് ശേഷം പരിഗണിക്കും.